ഇന്നൊരു സ്പൈസി ആയ പ്രോൺസ് പിക്കിളായിരുന്നല്ലോ. അപ്പോൾ ഈ പ്രോൺസ് മുളക് പൊടി, മഞ്ഞൾ പൊടി, ഗരം മസാലയും അതെല്ലാം ഇട്ട് വെച്ചാൽ പ്രോൺസ് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത്ര വെളുത്തുള്ളി വേണ്ട, അതുകൊണ്ട് ഒരു 6 വെളുത്തുള്ളി, ഒരല്ലി ജിഞ്ചറും കൂടി ഇട്ടിട്ട് അതൊരു പേസ്റ്റ് ആക്കി എടുക്കുക. ആ പേസ്റ്റിൽ ഈ പച്ച കുരുമുളകില്ലേ, അതൊരു 6 അല്ലിയും കൂടി ഇട്ടതാണ്. ഇട്ടൊരു 1.5 സ്പൂൺ ഇങ്ങനെ ഇട്ടിട്ട് ഈ സെയിം പ്രോൺസിനകത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഒരു പരുവത്തിലാക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടി പിടിപ്പിച്ചിട്ട് ഇതേ കണ്ടില്ലേ, കാണുമ്പോൾ നല്ല രസമുണ്ട്. അതിൻ്റെ ഒരു ബോൾ എടുത്തിട്ട് ഒരു മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതൊരു പെപ്രിക്കയാണ്, സൗദിയുടെ ഇങ്ങനെയാണ് സ്പൈസി പെപ്രിക്ക എന്ന് പറയുന്നത്. അതായത് ചില്ലി ഫ്ലേക്സ് അല്ലേ, സെയിം ആ സാധനം തന്നെ. കുറച്ച് അത് ഒരു 2 സ്പൂൺ ഇടുക. അത് കഴിഞ്ഞിട്ട് 1 സ്പൂണ് ആ പേസ്റ്റ് ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോൺസ് ഒരു പാനിനകത്തോട്ട് ഇതേ പരുവത്തിൽ വറുത്തെടുക്കുക. ഈ മസാല എല്ലാം പിടിപ്പിച്ചത് ഗരം മസാലയും എല്ലാം കൂട്ടിയിട്ട് എന്നിട്ടൊരു ഇതിനകത്ത് വറുത്തെടുത്തതാണ്. എന്നിട്ട് ആ സെയിം പാനിനകത്ത് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിനി ചെയ്യേണ്ടത് ഉലുവ കുറച്ചിട്ട് ഒരു 6 ഉലുവ ഇങ്ങനെ ഇടുക. എന്നിട്ട് ഈ ഒരു പേസ്റ്റ്, അതായത് നമ്മുടെ കറിവേപ്പിലയും ആ പേസ്റ്റ് ഇട്ടിട്ട് ഒരു ലോ ഫ്ലെയിമിൽ നന്നായി ഇളക്കിയിട്ട് അതിൻ്റെ ഈ പേസ്റ്റ് ഇടുക. അതായത് നമ്മൾ ഈ മഞ്ഞൾ പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് ആ പേസ്റ്റ് ഇട്ട് അതിലോട്ട് ഇച്ചിരി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ ഇച്ചിരി കായപ്പൊടി ഇടുക. ആവശ്യാനുസരണം എന്ന് വെച്ചാൽ ഒരു 1-2 പഫ്സായിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കൊത്തിയാവുക. ഈ ഒരു പരുവത്തിലെടുക്കുക. ഇതിങ്ങനെ ഇളക്കി നന്നായിട്ടൊന്ന് എല്ലാ മസാലകളൊക്കെ ഒന്ന് കുറുക്കി ഇങ്ങനെ സെറ്റാക്കി അങ്ങോട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഇത് മയണൈസിൻ്റെ കുപ്പിയാണ്. ഇത് മയണൈസ് അതിനകത്ത് ഇങ്ങനെ സെറ്റാക്കി നമ്മുടെ